ഭർത്ത പീഡനം കൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇവർക്ക് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് അവരുടെ സ്വന്തം മാതാപിതാക്കളും അവരുടെ കുടുംബത്തിലുള്ളവരും അവർക്ക് സപ്പോർട്ടീവ് കൊടുക്കാത്തത്? അപ്പൊ ഞങ്ങൾ അറിഞ്ഞില്ല. ഏതെങ്കിലും ഒക്കെ രീതിയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? സ്വന്തം മകൾ എന്റെ മകന്റെ മുഖം ഒന്ന് മാറിയത് എനിക്ക് മനസ്സിലാവുമല്ലോ. അവന് എന്താണ്, അവൻ ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് അവന്റെ മുഖം ഒന്ന് മാറിയത് എനിക്ക് മനസ്സിലാവും. എന്താണ് വാവേ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഞാൻ ചോദിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ സ്വന്തം മക്കളുടെ മുഖം, നിങ്ങളുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം ഉണ്ടായി, നിങ്ങൾ ഒരു 20 വയസ്സ് വരെ, 18 വയസ്സ് വരെ, 20 വയസ്സ് വരെ, 25 വയസ്സ് വരെ വളർത്തിവിട്ട് ആ മകളുടെ മുഖത്ത് ഒരു സങ്കടമുണ്ടെങ്കിൽ, അവരുടെ സംസാരത്തിൽ അവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ ഇടർച്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാതെ പോകുന്നത്? അപ്പോൾ തിരിച്ച് നമ്മൾ അവർക്കൊരു കൺസിഡറേഷൻ, ഒരു സപ്പോർട്ടീവ് കൊടുത്തു കഴിഞ്ഞാൽ, മക്കളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കൾ ഇവിടെ തിരിച്ചു പോവാ, നിന്റെ വീട് ഇവിടെ ഉണ്ട്, നിന്റെ റൂം ഇവിടെ ഉണ്ട്, നിന്റെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. കാരണം ഇത് നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ പലർക്കും തോന്നാം നിങ്ങൾക്ക് ഇത് വല്ലതും അറിയോ, നിങ്ങൾ ഇത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ മകനോട് ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ച് ആത്മഹത്യ എന്ത് ചേച്ചി ചെയ്യണമെന്ന് വെച്ചാൽ വിഷമം എടുത്തു വെച്ച് ഇരുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യാൻ, ആ മെന്റാലിറ്റി, ആ മനസ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. എൻ്റെ അച്ഛനൊക്കെ അന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞു ഭൂമുഖത്ത് ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിച്ചു വന്ന ആൾക്കാരെ എന്നുള്ളത് നമ്മൾ ഈ എക്സ്പീരിയൻസ് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ഒരു വാക്ക് കൊണ്ട് പോലും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, മക്കളെ ഒന്ന് വന്ന്, അപ്പോൾ ഈ ഒരു പരിഗണന അവരവിടെ വന്നാൽ, ആ വീട്ടിൽ അവർ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഒരു ബാധ്യതയാവുമെന്ന് തോന്നിയിട്ടായിരിക്കും അവർ ആത്മഹത്യ ചെയ്യുന്നത് കൂടുതലും. കാരണം നമ്മുടെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മിക്കവാറും പെൺകുട്ടികളൊക്കെ തിരിച്ച് ഗസ്റ്റ് ആയിട്ടാണ്, അതിഥികളായിട്ടാണ് അവരവരുടെ വീട്ടിൽ ചെല്ലുന്നത്. അവരുടെ റൂം ഉണ്ടാവില്ല, അവർക്ക് ആരും ഉണ്ടാവില്ല. അവരവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചോദിക്കും, നീ പോണില്ലേ? 2 ദിവസം ആയി കഴിഞ്ഞാൽ നീ പോണില്ലേ? ഞാനൊരു കൗൺസിലറും കൂടിയാണ്. മിക്കവാറും പെൺകുട്ടികൾ എന്നോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സപ്പോർട്ട്, ഒരു പരിഗണന, നിങ്ങൾക്ക് ഒരു വാക്കുകൊണ്ടൊരു പരിഗണിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മൾ ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് അവസാനത്തെ സ്റ്റേജിലാണ് ആത്മഹത്യ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുടുംബക്കാര് ഇത് ശരിയാണ്, അവരെ ശിക്ഷിക്കണം, ഭർത്താവിനെ ശിക്ഷിക്കണം, വീട്ടുകാരൻ്റെ അവരെ ശിക്ഷിക്കണം, എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. പക്ഷെ അവർ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പെൺകുട്ടികൾ, നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചു വിട്ടാലും അവർ എൻ്റെ മക്കളാണ്, അവരുടെ വീടാണിത്, അല്ലാണ്ട് അവരെ കഴിഞ്ഞു, അവരെ ബാധ്യതയാകും, അവരെ ഒഴിവാക്കി വിട്ടു എന്ന് ചിന്തിക്കാതെ, അവരെപ്പോ വന്നാലും അവരുടെ കുടുംബമാണ്, അവരുടെ വീടാണ് എന്ന് വിചാരിച്ച് അവരെ തിരിച്ച് നിങ്ങൾ അതുപോലെ തന്നെ സ്വീകരിക്കുമെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുക. അപ്പോൾ ഒരു ആത്മഹത്യയും ഒരു പെൺകുട്ടികളും ചെയ്യില്ല. അല്ലെങ്കിൽ 25 വയസ്സും 30 വയസ്സും കഴിഞ്ഞ പെൺകുട്ടികൾ ആത്മഹത്യ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. ഒരു സൈക്കോളജി പഠിച്ച ഒരാളും കൂടി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും ചേർത്ത് പിടിക്കുക, മരണം വരെ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും.